ഒടുവിൽ ട്രംപിന് ശരിക്കും കിട്ടിബോധിച്ചു എന്ന് തന്നെ പറയണം. നേരത്തെ തന്നെ ഇത് എല്ലാവരും പറയുന്നതാണ്. അതായത് ഈ ട്രംപിൻ്റെ താരിഫിൽ സുപ്രീം കോടതിയുടെ ഒരു വലിയ തിരിച്ചടി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് ട്രംപിന് ലഭിക്കും. പക്ഷേ അതിനു മുമ്പ് ട്രംപ് തങ്ങളുടെ പല സംസ്ഥാനങ്ങളിലും സൈന്യത്തെ ഇറക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. അതായത് ഉദാഹരണത്തിന് ന്യൂയോർക്കിൽ മേയറായിട്ട് മംദാനി അധികാരത്തിൽ വരുന്നു. അപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ ട്രംപിന് അവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ട്രംപിന് ന്യൂയോർക്ക് പിടിച്ചെടുക്കാൻ അവിടെ സൈന്യത്തെ ഇറക്കാം. അപ്പോൾ അങ്ങനെ ട്രംപ് പല കാര്യങ്ങളും ഭരണഘടനാ വിരുദ്ധമായി അവിടെ ചെയ്യുന്നുണ്ട് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഇപ്പോഴിതാ ട്രംപിന് സുപ്രീം കോടതി ട്രംപിനെ ഞെട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്. ഇതിനിടയിൽ സ്വന്തം രാജ്യത്തെ സൈന്യത്തെ വിന്യസിക്കുന്ന ഒരു ഫെഡറൽ അപ്പീൽ കോടതി നിരോധിച്ചിരിക്കുകയാണ്. നേരത്തെ ഒക്ടോബറിൽ ട്രംപിന് ഒരു തിരിച്ചടി ലഭിച്ചു. ഇപ്പോഴും ഒരു ഫെഡറൽ അപ്പീൽ കോടതി ഇതിനെ നിരോധിച്ചിരിക്കുകയാണ്. സമാനമായ ഒരു കേസിൽ അടുത്തിടെ ട്രംപിന് മറ്റൊരു തിരിച്ചടി കിട്ടിയിരുന്നു. സ്വന്തം രാജ്യത്തേക്ക് സൈന്യത്തെ അയക്കാനുള്ള ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് കോടതി പ്രഖ്യാപിച്ചു. ഇതിനു മുമ്പ് ഒറിഗോൺ, പോർട്ട്ലാൻഡ് നഗരങ്ങളിൽ 200 നാഷണൽ ഗാർഡ്സ്മാൻമാരെ വിന്യസിക്കാൻ ട്രംപ് ഉത്തരവിട്ടിരുന്നു. കോടതി അതും നിരോധിച്ചിരുന്നു. ട്രംപ് ഏർപ്പെടുത്തിയ തീരുവകൾക്കെതിരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യപ്പെട്ടു. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ട്രംപ് അല്പം പിരിമുറുക്കത്തിലായിരുന്നു. ആ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കോടതി ട്രംപിന് മറ്റൊരു പ്രഹരം നൽകി. രാജ്യത്ത് സൈന്യത്തെ വിന്യസിക്കാനുള്ള ട്രംപിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഒക്ടോബറിൽ ഒറിഗണിലേക്കും പോർട്ട്ലാൻഡിലേക്കും സൈനികരെ വിന്യസിക്കാനുള്ള നീക്കവും കൃത്യമായിട്ടും കോടതി പറഞ്ഞത് അത് നിരോധിക്കപ്പെടേണ്ടതാണെന്നാണ്. പൊസഷൻ ആക്ട് എന്ന ഫെഡറൽ നിയമം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ സൈന്യത്തെ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ് സാരം. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാകും എന്നാണ് സത്യം പറഞ്ഞാൽ കോടതിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥത്തിലുള്ള നിരീക്ഷണം എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.